വീണ വിജയന് അങ്ങനെ ഒരുപാട് നാളൊന്നും അച്ഛൻ പിണറായി വിജയൻ്റെ തണലിൽ സംരക്ഷണമൊന്നും ഒരുക്കാൻ കഴിയില്ല. കാരണം കേന്ദ്ര ഏജൻസി കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. സ്വപ്ന സുരേഷ് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നുണ്ട് വീണയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി കൃത്യമായി തന്നെ വീണ വിജയൻ്റെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഒട്ടും വേണ്ട. മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ച സുരേഷ് ഗോപിക്കെതിരെ കേരള പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയ ചർച്ച നടക്കുന്നതിനിടെയാണ് പുതിയ വാർത്ത വരുന്നത്. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്ന് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഫലത്തിൽ ഇത് അന്വേഷണമായി മാറുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. CMRL നൽകുന്ന വിശദീകരണം നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നൽകാത്ത സേവനത്തിന് പണം കൈമാറിയെന്ന ആരോപണത്തിലാകും പ്രധാന അന്വേഷണം. മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഇന്നേക്കകം ബോധിപ്പിക്കാനാണ് കമ്പനി കാര്യ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നോട്ടീസ്. CMRL കമ്പനിയുടെ 13.4% ഓഹരി ഉടമസ്ഥത KSIDCക്കുള്ളതിനാലാണ് അവർക്കും നോട്ടീസ് അയച്ചത്. IASBയുടെ ശുപാർശ അനുസരിച്ച് കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറണം എന്നാവശ്യപ്പെട്ട CMRL കമ്പനി ഓഹരി ഉടമ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആരോപണങ്ങൾ അടങ്ങുന്ന ചോദ്യാവലിയും നോട്ടീസിനൊപ്പം നൽകിയിട്ടുണ്ട്. 19 ആരോപണങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ഏറെ നിർണായകമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാർ 2019 മാർച്ച് 1 സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണ്ണമായി നിരോധിച്ചതിന് ശേഷവും CMRL കമ്പനിക്ക് ഇത്രയധികം കരിമണൽ എങ്ങനെ ലഭിച്ചുവെന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിന് KSIDC നൽകുന്ന മറുപടി നിർണായകവുമാണ്. ഈ മറുപടി കിട്ടിയ ശേഷം പിണറായിയുടെ മകൾ വീണ വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും എല്ലാ കേന്ദ്ര ഏജൻസി നോട്ടീസ് നൽകാൻ സാധ്യതയുണ്ട്. ഇതിൽ കരിമണൽ കർത്തയുടെ കമ്പനിയായ CMRL നൽകുന്ന മറുപടിയാകും നിർണായകം. CMRL നൽകിയ 135 കോടി രൂപ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾക്ക് 100% ആദായ നികുതി ഇളവ് നൽകുന്ന 80 GGB വകുപ്പ് പ്രകാരമല്ലാതെ എന്തുകൊണ്ട് തുക കൈമാറി? രാഷ്ട്രീയ നേതാക്കൾക്ക് നേരിട്ട് പണം നൽകിയത് എന്തിന്? 2016 മാർച്ച് 31 772.44 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന CMRL കമ്പനി 2023 മാർച്ച് 31 7,366.82 ലക്ഷം രൂപയുടെ ആദായം നേടിയതെങ്ങനെ? കേന്ദ്ര സർക്കാർ 2019 മാർച്ച് 1 സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണ്ണമായി നിരോധിച്ചിരുന്നു. ഇതിനുശേഷവും CMRL കമ്പനിക്ക് ഇത്രയധികം കരിമണൽ എങ്ങനെ ലഭിച്ചു? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ CMRLനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് ഹർജി നൽകിയത്. PC ജോർജിന്റെ മകനാണ് ഷോൺ. അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് നേരത്തെ അന്വേഷണ ഏജൻസിയെ സമീപിച്ചിരുന്നു. ഇതിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനിടെയാണ് കേന്ദ്ര ഏജൻസി നടപടി തുടങ്ങുന്നത്. മാസപ്പടി കേസിൽ രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്നുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നും കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻ തുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ട് എന്നും ഇത് വലിയ പൊതുനഷ്ടം കേരളത്തിനുണ്ടാക്കിയെന്നുമാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. ഇതിന് സമാനമായ ചോദ്യമാണ് കേന്ദ്ര ഏജൻസിയും ഉയർത്തുന്നത്. വീണ വിജയന് പിടിവീഴാൻ ഇനി അധിക സമയം ഇല്ല എന്ന് ഓർത്താൽ നന്ന്.